ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ച് നല്ല വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു സൂപ്പർ ചിക്കൻ കറിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ വീട്ടിലൊക്കെ വിശേഷ ദിവസങ്ങളിലും അതുപോലെ വീട്ടിലൊരു അതിഥിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിഥിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം കേട്ടോ. പ്ലേറ്റ് കാലിയാക്കി തരും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറാണ് കറിക്ക്. അതെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. 1 കിലോ ചിക്കൻ, 4 സവോള, 3 തക്കാളി അരിഞ്ഞത്, അതുപോലെ അണ്ടിപ്പരിപ്പ് പേസ്റ്റാക്കി മിക്സിയിൽ അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരി മുളക് പൊടി, കടുക്, പെരുംജീരകം, കുരുമുളക്, ഗ്രാമ്പു, കറുവാപ്പട്ട. കാശ്മീരി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളതിന് വേണ്ടി ഒരു പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകി മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്തിരിക്കുന്ന ചിക്കനാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കറി വെക്കുവാണെങ്കിൽ ആ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ഏകദേശമായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് ചിക്കനിൽ ആ ഉപ്പൊക്കെ അങ്ങോട്ട് ഇറങ്ങും അല്ലേ? ഏകദേശമൊക്കെ ആയിട്ടുണ്ടല്ലേ? ഏകദേശമായിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് കോരി വെക്കാം. ഒരുപാടൊക്കെ ഡാർക്ക് ഫ്രൈ ആവണ്ടല്ലേ? ലൈറ്റ് ബ്രൗൺ അല്ലേ? നമുക്കതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ആക്കി എടുക്കാം അല്ലേ? ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു പച്ചമണം മാറാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവോളയാണ്. അതും കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കൊടുത്ത് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചിക്കനിൽ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് തിരുമിയതാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് കുറച്ച് നമ്മൾ ചിക്കനിലുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. സവോള വഴന്നു വരുന്ന കൂടത്തിൽ നമുക്കൊരല്പം ഒക്കെ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് തീയിലിട്ട് വഴറ്റരുത് അല്ലേ? പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ ചെറു തീയിലിട്ട് വഴറ്റിയെടുത്താൽ മതി. സവോള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 5 6 ഗ്രാമ്പു, അതും കൂടെ നന്നായിട്ട് ഞങ്ങൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറു തീയിലിട്ടിട്ട് വേണം നമുക്കത് ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളത് നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ. മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറു തീയിലിട്ടിട്ട് വേണം നമ്മൾ അത് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരല്പം കുറവൊക്കെയാണെന്ന് തോന്നുവാണെങ്കിൽ 1 ടീസ്പൂണും കൂടെയൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെയൊക്കെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുളകും മസാലയും എല്ലാം നന്നായിട്ട് മൂത്ത് തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്.
അതുകൂടി നമുക്കിതിലേക്ക് നന്നായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം അല്ലേ? തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നതിനെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കി തക്കാളിയൊക്കെ വെന്തോന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അല്ലേ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളി വെന്തുടഞ്ഞ തക്കാളി ആ ചെറിയ പുളിയൊക്കെ ആ സവോളയിലോട്ടൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ. നമ്മൾ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒന്നോടെ നാവി കയറ്റാം അല്ലേ? ചിക്കൻ ശരിക്കും ഫ്രൈ ആയതുകൊണ്ട് വെന്തിരിക്കുന്നതാണല്ലോ. അതെ, ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കനും സവോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം കറി റെഡി ആയോ എന്നറിയാം. ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയി. ആ തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് കറി നമ്മുടെ സൂപ്പറായിട്ടുണ്ട്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തു, ഒരു 10-15 അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുന്തിരിങ്ങ അല്ലേ? കൂടുതൽ തന്നെ ഒരു 8-10 മുന്തിരിങ്ങായി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. നല്ലൊരു രുചിയും ചെറിയൊരു പുളിയും ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഈ കൂട്ടത്തിൽ തന്നെ ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം അല്ലേ? കാശ്മീരി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കാശ്മീരി ആ മുളക് പൊടിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഉണ്ടാക്കിയവരാണെങ്കിൽ വീണ്ടും ഇതേ രീതി ചെയ്യാത്തവരാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.